ഇതിൽ കുറച്ചെങ്കിലും മെനയുള്ളൊരു മനുഷ്യനായിട്ട് എനിക്കിപ്പോൾ തോന്നുന്നത്. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാം. ആര് പറയണ വേണേലും നമുക്ക് കേട്ടോണ്ടിരിക്കാം. പക്ഷേ ഈ മറ്റേ അച്ചീവ്മെൻ്റ് ആയിട്ട് കുളിസീനൊക്കെ എത്തി നോക്കുന്ന ഓരോരുത്തന്മാരൊക്കെ വന്നിരുന്ന് ഓരോന്ന് പറയുമ്പോൾ അതൊക്കെ നമുക്ക് ടേക്ക് ഓവർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എനിക്ക് എന്തായാലും എനിക്കൊരു കാര്യം ഉറപ്പാണ് കേസ്. ഞാൻ ഈ ഗെയിമിലോട്ടും RPയിലോട്ടും ഒക്കെ വന്ന് മറ്റേ ഇതാക്കണ സമയത്ത് ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം പറയാം. ഇതിപ്പം കിക്കിൽ ഇതൊക്കെ കിട്ടിയതിൻ്റെ ഒരു ഇതാണ്. മറ്റേ ഇവിടുന്ന് ഒരു 10 പേര് അവിടെ വന്ന് തെറി വിളിക്കാനെങ്കിലും ചെല്ലുന്നത് അവന് സന്തോഷം. മനസ്സിലായി? ഇവന്മാർക്കൊക്കെ സന്തോഷമാണ്. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഈ കുളിസീൻ ഫുണ്ടൊക്കെ ഇങ്ങനെ ഇറങ്ങിയേക്കുന്നത്. മനസ്സിലായ? വേറൊന്നുമല്ല. ഞാൻ ഒരു കാര്യം കൂടെ പറയാം ഗൈസ്. ഇവന്മാരൊക്കെ തനിക്കോണം മനസ്സിലാവുന്നത് ഒരു സമയം ഒരുപാടൊന്നും വൈകിട്ടില്ല. ഞാൻ അതുകൊണ്ട് വേറെ കുറേ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ ഉടനെ നിങ്ങൾ അറിയാൻ പോണ കാര്യങ്ങളാണ്. അതുകൊണ്ട് ഞാനായിട്ട് അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട എന്നുള്ളൊരു കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ പറയണത് പോലെ എനിക്ക് എന്തായാലും സാരി ഉടുത്തും മറ്റേ ഇതുപോലെ വന്നിരുന്ന് ഇതാക്കിയിട്ടും മറ്റേ കുളിസീൻ എത്തി നോക്കിയൊന്നും റീച്ച് കൂട്ടേണ്ട ഗതികേട് വർഷങ്ങളായി എന്ന് തുടങ്ങിയോ അന്നോട്ട് ഇന്നും ഗതികേട് വന്നിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഈ പറയണത് പോലെ ഇവന്മാരുടെ അടുത്തൊന്നും ഡെയിലി ഇതിട്ട് എനിക്ക് പറയാൻ വയ്യ. അവരാധിച്ചോട്ടെ. ഞാൻ പിന്നെ വേറൊരു കാര്യം പറയാൻ കേസ്. ഞാൻ ഇപ്പോഴും പറയാണ്, പുള്ളിയുടെ ആധാർ കാർഡിലെ പേരാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഷഡ്ഡിക്കണ്ണൻ എന്നാണ് പുള്ളിയുടെ തറവാട്ട് പേരും എല്ലാം ഷഡ്ഡിക്കണ്ണൻ എന്നാണ്. അപ്പോൾ ഇനി തൊട്ട് നമ്മളിപ്പോൾ പുള്ളിയെ റോഡിലൊക്കെ വെച്ച് കാണുവാണെങ്കിൽ ഞാനിപ്പോൾ നേരെ പോയിക്കിട്ട് ഹായ് ഷഡ്ഡിക്കണ്ണൻ ഇങ്ങനെ ആയിരിക്കും ഞാൻ പറയാൻ പോണേ. മനസ്സിലായോ? ഞാനല്ലാതെ ഞാൻ MRC ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ ഞാൻ ഇതുപോലെ ഷഡ്ഡിക്കണ്ണൻ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഞാൻ എൻ്റെ പേരോ ചാനലിൻ്റെ പേരോ ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. ഒരാളെ ഗസ്റ്റായിട്ട് മറ്റേ ലൈവിൽ കൊണ്ടുവന്നിട്ട് അവനോട് വരെ ഗെയിമിൻ്റെ ഹെയ്റ്റ് എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ എന്തോരം ഫ്രസ്ട്രേഷൻ ഉണ്ടെന്ന് ജസ്റ്റ് ആലോചിച്ചാൽ മനസ്സിലാവും. അപ്പോൾ അതിൽ കൂടുതൽ ഞാൻ വേറൊന്നും പറയണില്ല. പിന്നെ ഞാനിത് MRC മാനേജ്മെൻറ്റിനോട് വിളിച്ച് സംസാരിച്ചപ്പം അവർക്ക് ഇവരെ പറ്റി അറിഞ്ഞുകൂടാന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ എനിക്ക് അതിൽ കൂടുതൽ വേറെ ആരെ ബോധിപ്പിക്കാനൊന്നുമില്ല. MRC vs TV ഇഷ്യൂലാണ് നമ്മളത് സംസാരിച്ചത്. അവർക്ക് പ്രശ്നമില്ലാത്തടത്തോളം കാലം പിന്നെ ആർക്കാ പ്രശ്നം? ആദ്യം അവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒന്ന് തീരട്ടെ. ഫ്രസ്ട്രേഷനൊക്കെ ഒന്ന് തീരുമ്പോഴത്തേക്കിന് റെഡിയാവും. പിന്നെ ഞാൻ പറഞ്ഞല്ലോടാ, നീ നിന്റെ ലെവലിൽ ജസ്റ്റ് നീ ഒന്ന് ആലോചിച്ചാൽ മതി. നീ ഇങ്ങനെ പുറത്തുനിന്നൊരു ഗസ്റ്റിനെ കൊണ്ടിരുത്തുമ്പം നിനക്ക് കിട്ടുന്നതിൻ്റെ വാച്ചിങ്ങിൻ്റെ 10 ഇരട്ടി ഞാനിവിടെ ഒറ്റയ്ക്ക് വന്നിരുന്ന് കുണയ്ക്കുമ്പോൾ ഉണ്ട്. മനസ്സിലായോ? അത് ഞാൻ ഉണ്ടാക്കിയെടുത്തത്. അത് നിന്നെ പോലത്തെ സാരി ഉടുത്ത് ആടുന്നവന്മാർക്ക് അത് പറ്റുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം അങ്ങനെ ഇരുന്നാൽ മതി. മനസ്സിലായോ? ഇതിൽ കൂടുതൽ അറ്റൻഷൻ സീക്ക് ചെയ്യാൻ വേണ്ടി വരരുത്. നിൻ്റെയൊക്കെ തനിക്കോണം എന്താണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. ഞാൻ ഒന്നും പറയാതെ മിണ്ടാതിരിക്കുന്നത് ഞാൻ കുറച്ച് അറിയാവുന്നവർക്ക് കൊടുത്തുള്ള ഒരു സാധനമോ. മനസ്സിലായല്ലോ? അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിൽ കൂടുതൽ തിരിച്ചൊന്നും പറയാനില്ല. നിങ്ങൾക്ക് എന്ത് വേണേ നിങ്ങൾ ഇനി അവിടെ ഇരുന്ന് ആയിക്കോട്ടെ. എന്ത് വേണേ അതിലൊന്ന് ചെയ്തോ. ഓക്കെ? അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. നന്നായിട്ടിരുന്ന് ചെയ്. ആടാ കേറ് വാ.